രാമരാവണ യുദ്ധത്തിൽ രാവണൻ വിഭീഷണനെ ലക്ഷ്യമാക്കി ഒരു മാരക അസ്ത്രം തൊടുത്തുവിട്ടു. ആ നിമിഷം പ്രഭു ശ്രീരാമൻ മുന്നോട്ട് വന്ന് ആ അസ്ത്രം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ ഏറ്റുവാങ്ങി. ഇത് കണ്ട് ലക്ഷ്മണൻ ഉത്കണ്ഠയോടെ പറഞ്ഞു, ജ്യേഷ്ഠ, അങ്ങ് വിശ്രമിക്കണം. എന്നാൽ പ്രഭു ശ്രീരാമൻ ഉറച്ച ശബ്ദത്തിൽ മറുപടി നൽകി, ലക്ഷ്മണ, ഇത് വിശ്രമിക്കാനുള്ള സമയമല്ല, അധർമ്മം അവസാനിപ്പിക്കാനുള്ള സമയമാണിത്. അതേസമയം രാവണൻ കോപാകുലനായി പ്രഭു ശ്രീരാമന്റെ വാനര സൈന്യത്തിൽ നാശം വിതയ്ക്കാൻ തുടങ്ങി. ഇത് കണ്ട് ലക്ഷ്മണൻ രോക്ഷം കൊണ്ട് രാവണനുമായി യുദ്ധത്തിൽ ഏർപ്പെട്ടു. എന്നാൽ രാവണൻ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും ദൂരേക്ക് തള്ളി മാറ്റുകയും ചെയ്തു. തുടർന്ന് ബാലിയുടെ പുത്രൻ അംഗദൻ മുന്നോട്ട് വന്നു. പക്ഷേ രാവണൻ അദ്ദേഹത്തെയും കാലുകൊണ്ട് ചവിട്ടി മെതിച്ചു. തുടർന്ന് സുഗ്രീവൻ തന്റെ ഗദ കൊണ്ട് രാവണനെ ആഞ്ഞടിച്ചു. പക്ഷേ രാവണൻ സുഗ്രീവനെയും കഴുത്തിൽ പിടിച്ചുയർത്തി വലിച്ചെറിഞ്ഞു. ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന ജാംബവാൻ കോപാകുലനായി ഒരു നിമിഷം പോലും പാഴാക്കാതെ അതീവ ശക്തമായ ഒരു ചവിട്ടിലൂടെ രാവണന്റെ നെഞ്ചിൽ ആഞ്ഞടിച്ചു. അപ്രതീക്ഷിതമായ പ്രഹരത്തിൽ രാവണൻ ബോധരഹിതനായി നിലം പതിച്ചു. ഇത് കണ്ട് പരിഭ്രാന്തനായ രാവണന്റെ തേരാളി ഉടൻ തന്നെ അദ്ദേഹത്തെ രഥത്തിൽ കയറ്റി അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ഈ കഥയുടെ ബാക്കി ഭാഗം ഞാൻ താഴെ ലിങ്കിൽ കൊടുക്കുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനലിൽ രാവണന്റെ നെഞ്ചിൽ ചവിട്ടിയ ജാംബവാൻ എന്ന ഷോർട്സ് കാണുക. ജയ് ശ്രീറാം.